ശബരിമല യുവതീ പ്രവേശനത്തിൽ പുനഃപരിശോധനാ ഹർജികളെ എതിർത്ത് ബിന്ദുവും കനകദുർഗയും രേഷ്മയും ഷനിലയും സുപ്രീംകോടതിയിൽ അപേക്ഷ നൽകി. പുനഃപരിശോധനാ ഹർജികളിൽ കക്ഷി ചേർക്കണമെന്നാണ് ആവശ്യം. യുവതീ പ്രവേശന വിധി പുനഃപരിശോധിക്കരുതെന്നും ഈ മാസം നട തുറക്കുമ്പോൾ ദർശനം നടത്താൻ സൌകര്യം വേണമെന്നും അപേക്ഷയിൽ പറയുന്നു. വിവരങ്ങളുമായി എം ഉണ്ണികൃഷ്ണൻ ചേരുകയാണ്. ഉണ്ണി, ശബരിമലയിൽ ദർശനം നടത്തിയ രണ്ട് യുവതികളാണ് കനകദുർഗയും ബിന്ദുവും. ബാക്കിയുള്ളവരും കൂടി അപേക്ഷ നൽകിയിരിക്കുകയാണ്. എന്താണ് അപേക്ഷയിലെ പ്രധാന ആവശ്യം? ദിവ്യ, ശബരിമല പുനഃപരിശോധനാ ഹർജികളിൽ സുപ്രീംകോടതിയിൽ നാളെ നിർണായകമായ നടപടികൾ നടക്കാനിരിക്കുകയാണ്. ഇതിനു മുന്നോടിയായാണ് ശബരിമലയിൽ ദർശനം നടത്തിയ ബിന്ദുവും കനകദുർഗയും സുപ്രീംകോടതിയെ സമീപിച്ചുകൊണ്ട് പ്രത്യേക അപേക്ഷ നൽകിയിരിക്കുന്നത്. ഇരുവരും ആവശ്യപ്പെട്ടിരിക്കുന്നത് സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്യപ്പെട്ടിരിക്കുന്ന 56ഓളം പുനഃപരിശോധനാ ഹർജികൾ പരിഗണിച്ചുകൊണ്ട് വിധി പുനഃപരിശോധിക്കുന്ന തീരുമാനം സുപ്രീംകോടതി കൈക്കൊള്ളരുത് എന്നുള്ളതാണ്. നാളെ ഇപ്പോൾ പുനഃപരിശോധനാ ഹർജികൾ തുറന്ന കോടതിയിൽ വാദം കേൾക്കാനായാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ വേണമെങ്കിൽ കോടതി വിധി പുനഃപരിശോധിക്കുകയോ അല്ലെങ്കിൽ ഈ ഹർജികൾ തള്ളുകയോ ചെയ്യാം. ഈ ഹർജിയിൽ കക്ഷി ചേർന്നുകൊണ്ട് ബിന്ദുവും കനകദുർഗയും ഷനിലയും രേഷ്മയും പറയുന്ന കാര്യം, തങ്ങളെ ഈ ഔദ്യോഗികമായി തന്നെ ഈ കേസിൽ കക്ഷി ചേരുന്നതിന്, പുനഃപരിശോധനാ ഹർജികളിൽ കക്ഷി ചേരുന്നതിനായി അനുവദിക്കണം, തങ്ങളുടെ വാദം കൂടി കേൾക്കണം. ഒരു കാരണവശാലും വിധി പുനഃപരിശോധിക്കുന്ന നടപടികളിലേക്ക് സുപ്രീം കോടതി പോകരുത്. കാരണം സ്ത്രീകളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട നിർണായകമായ വിധിയാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. വിധിയുടെ അടിസ്ഥാനത്തിൽ ശബരിമല സന്ദർശിക്കുന്നതിന് ഈ മാസം നട തുറക്കുമ്പോൾ അവസരമൊരുക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും വിധി സംസ്ഥാന സർക്കാർ ശബരിമല പുനഃപരിശോധനാ ഹർജികളെ എതിർത്തുകൊണ്ട് വാദമുന്നയിക്കുമെന്ന് ഉറപ്പാണ്. ആ ഘട്ടത്തിൽ സർക്കാരിനൊപ്പം നിന്നുകൊണ്ടുള്ള വാദമായിരിക്കും ഇവർ നടത്തുക. തന്ത്രി അടക്കമുള്ളവർക്കെതിരെ നൽകിയ കോടതിയലക്ഷ്യ ഹർജികൾ നാളെ പുനഃപരിശോധനാ ഹർജിക്കൊപ്പം പരിഗണിക്കണമെന്ന ആവശ്യം ഇന്നിപ്പോൾ അഡ്വക്കേറ്റ് പി വി ദിനേശ് സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസിന് മുമ്പാകെ ഉന്നയിച്ചിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് നാളെ ഹർജികൾ പരിഗണിക്കുമ്പോൾ ഹാജരായിരിക്കും. ഇക്കാര്യത്തിൽ ഇപ്പോൾ ഉറപ്പുകളൊന്നും നൽകാൻ കഴിയില്ലെന്നൊരു സമീപനമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഏതായാലും നാളെ ഹാജരാകുമ്പോൾ അഭിഭാഷകൻ കോടതിയലക്ഷ്യ ഹർജികളും ശ്രദ്ധയിൽപ്പെടുത്തുമോ എന്നാണ് അറിയേണ്ടത്. ദിവ്യ, അതായത് ഉണ്ണി, നാളെ ഇക്കാര്യത്തിലുള്ള കോടതിയലക്ഷ്യ പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കുമ്പോൾ ഇവരുടെ അപേക്ഷയും കോടതി കണക്കിലെടുക്കാൻ പരിഗണിക്കാനുള്ള സാധ്യത തന്നെയാണ്. അതായത് അപേക്ഷ ഫയൽ ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോൾ ഇവരുടെ അഭിഭാഷകർ സ്വാഭാവികമായും നാളെ പുനഃപരിശോധനാ ഹർജികളിൽ തുറന്ന കോടതിയിൽ വാദം കേൾക്കുമ്പോൾ അവിടെ ഹാജരാകും. ഇങ്ങനെ അപേക്ഷ നൽകിയത് കൊണ്ട് തന്നെ വാദം അനുവദിക്കണമെന്നൊരു ആവശ്യമായിരിക്കും അവരുടെ അഭിഭാഷകർ ഉന്നയിക്കുക. നാളെ ഇപ്പോൾ കോടതി നടപടികൾ ഭരണഘടനാ ബെഞ്ചിന് മുമ്പാകെ എത്ര സമയം ഈ ഹർജികളിൽ വാദം നടക്കും, ഓരോ അഭിഭാഷകർക്കും എത്ര സമയം വാദത്തിനായി നൽകും, നാളെയും മറ്റന്നാളും ഇനിയിപ്പോൾ ഒന്നിലധികം ദിവസങ്ങളിൽ വാദം കേൾക്കുമ്പോൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നാളെ ഇപ്പോൾ ഇനി രാവിലെ 10:00 സിറ്റിംഗ് തുടങ്ങുമ്പോഴാണ് വ്യക്തമാവുക. അങ്ങനെ എല്ലാവരുടെയും വാദം കേൾക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇവരുടെ അഭിഭാഷകർക്കും വാദത്തിനായി അവസരം നൽകാനാണ് സാധ്യതയുള്ളത്. ശരി, ഡൽഹിയിൽ നിന്ന് എം ഉണ്ണികൃഷ്ണനാണ്.